സ്വയം പ്രഖ്യാപിത ആൾ ദൈവം, ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംബാസഡർ, ഇന്ത്യയുടെ പ്രത്യേക ദൂതൻ, ബ്രിക്സ് രാജ്യങ്ങളുടെ ജോയിന്റ് കമ്മീഷൻ അംഗം സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആള് തട്ടിപ്പുകാരൻ മാത്രമല്ല, പീഡന വീരൻ കൂടിയാണ്. ഡൽഹി ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥിനികളിൽ പലരും ഇയാളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരകളായിട്ടുണ്ട്. 17ഓളം പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പാർത്ഥസാരഥി എന്ന ചൈതന്യാനന്ദ ഒടുവിൽ പിടിയിലായി. സ്വാമി അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായും അശ്ലീല സന്ദേശം അയച്ചതായും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസും അറസ്റ്റും. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ ആശ്രമത്തിലെ PG ഡിപ്ലോമ വിദ്യാർത്ഥികളായ 17 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിച്ചു, വാട്സപ്പിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നെല്ലാമാണ് വിദ്യാർത്ഥിനികൾ നൽകിയ മൊഴി. തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നും ബിരുദ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുമെന്നുമൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. അനുസരിച്ചാൽ വിദേശയാത്രയടക്കം വാഗ്ദാനം ചെയ്തുവെന്നും മൊഴിയുണ്ട്. എൻ്റെ മുറിയിലേക്ക് വരൂ, ഞാൻ നിങ്ങളെ വിദേശത്ത് കൊണ്ടുപോകാം, ഒരു ചെലവും വരില്ല എന്നൊക്കെയായിരുന്നു ഇയാളുടെ വാഗ്ദാനങ്ങൾ. ഇങ്ങനെ നിരവധി പേരെ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി പീഡിപ്പിച്ചതായി പരാതിയുണ്ട്. കോളേജിന്റെ ഉടമസ്ഥരായ ശ്രീ ശൃംഗേരി ശാരദാപീഠത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ PA മുരളി ഓഗസ്റ്റ് 5 നൽകിയ പരാതിയിൽ കൂട്ടബലാത്സംഗ കേസ് സ്വാമിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. 6 പേജുള്ള FIR-ൽ 21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ മൊഴിയും സന്യാസിയിൽ നിന്ന് ആവർത്തിച്ചുള്ള പീഡനങ്ങളെക്കുറിച്ച് കോളേജ് കൗൺസിലുമായി വിവരങ്ങൾ പങ്കുവച്ച മറ്റ് 32 സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ആഗ്രയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ചൈതന്യാനന്ദ തുടർച്ചയായി രൂപവും ഒളിത്താവളവും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഡോക്ടർ പാർത്ഥസാരഥി എന്ന ചൈതന്യാനന്ദയ്ക്കെതിരെ 17 വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിനുള്ള സ്കോളർഷിപ്പിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ചൈതന്യാനന്ദ സരസ്വതി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. 32 വിദ്യാർത്ഥിനികളുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. അവരിൽ 17 പേർ തങ്ങൾക്ക് അശ്ലീല വാട്സപ്പ് സന്ദേശങ്ങൾ ലഭിച്ചതായും പ്രതിയിൽ നിന്ന് അസഭ്യ ഭാഷാപ്രയോഗം ഉണ്ടായതായും അനാവശ്യ ശാരീരിക സ്പർശനം നേരിടേണ്ടി വന്നതായും ആരോപിക്കുന്നു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് സ്വാമിക്കെതിരെ ചുമത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയും ഗുരുതര പരാതിയുണ്ട്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യാൻ 3 വനിതാ ജീവനക്കാരും അഡ്മിനിസ്ട്രേറ്ററും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വിദ്യാർത്ഥിനികളുടെ മൊഴി. തുടർന്ന് പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി പരിശോധന നടത്തി. നേരത്തെ സ്വാമി പാർത്ഥസാരഥി എന്നറിയപ്പെട്ടിരുന്ന ചൈതന്യാനന്ദ 2009-ലും 2016-ലും ലൈംഗികാതിക്രമ പരാതികൾ നേരിട്ടിരുന്നു. UN അടയാളങ്ങളോടുകൂടിയ കാറിന്റെ 9 വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ചതിനും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാളുടെ 18 ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. 28 സ്ഥിര നിക്ഷേപങ്ങളിലായി 8 കോടിയോളം രൂപയായിരുന്നു ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. ഒഡീഷ സ്വദേശിയായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി 12 വർഷമായി ഈ ആശ്രമത്തിലാണ് താമസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.